Okay, so we are done with the first part. Now going on to the cultural events official inauguration. Can I please welcome Mr. Anwar, Mr. Anand Neelagandan and Professor Krishna Kumar onto the stage, please. So before we begin, let us have a prayer song by Renuka Verma, 99 EEE, and Vinita, 2002. Can we please have both of you on stage? Vinita and Renuka for the prayer song. I request everybody to please stand up for the prayer song. Thank you. हमको मन की शक्ति देना, मन विजय करे, दूसरों की जैसे पहले खुद को जय करे। हमको मन की शक्ति देना, भेदभाव अपने दिल से साफ कर सके, भेदभाव अपने दिल से साफ कर सके, दोस्तों से भूल हो तो माफ कर सके, झूठ से बचे रहे, सच का दम भरे, दूसरों की जैसे पहले खुद को जय करे। हमको मन की शक्ति देना, मन विजय करे, दूसरों की जैसे पहले खुद को जय करे। हमको मन की शक्ति देना। Thank you, Vinita. Thank you, Renuka. Now, can I call upon Mr. Anwar for the welcome speech? Good evening, ladies and gentlemen, again. ഇന്ന് രാവിലെ തുടങ്ങിയ പ്രോഗ്രാംസാണ്, എനിക്കറിയാം. ഇറ്റ്സ് എ ലോങ് ഡേ. പലരും ആകാംക്ഷയോടെ പല പ്രോഗ്രാംസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൾച്ചറൽ ഈവൻസിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രോഗ്രാമുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ ഒരുപാട് എൻജോയ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷനാണ്. നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ അഭിമാനമായ ശ്രീ ആനന്ദ് നീലകണ്ഠൻ. വെൽക്കം ടു GCT Global 2019 Cultural Programs. പ്രൊഫസർ കൃഷ്ണകുമാർ ഓൾസോ. സാർ ഇവിടെ വരെ വന്നതിനും ഇതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയോടൊപ്പം തന്നെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇനോഗ്രൽ അഡ്രസ്സ് ചെയ്യാനായി ഫംഗ്ഷൻ ഔപചാരികമായി ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രീ ആനന്ദ് നീലകണ്ഠനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Can we please have the official inauguration, Krishnamar sir?
നമസ്കാരം. ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരം. ഞാൻ കഷ്ടപ്പെട്ട് വന്നേക്കണേ. ഇവിടെ പ്രൊഫസർ കൃഷ്ണകുമാർ സാറിനും അൻവറിനും നന്ദി എന്നെ ഇവിടെ വിളിച്ചതിൽ. ഇപ്പോൾ രാവിലെ ഈ സെമിനാർ കുറേ, ഞാൻ വലിയൊരു പ്രാസംഗിക ഭാഷയിലൊന്നും സംസാരിക്കാറില്ല കേട്ടോ. എഴുത്താണ് പണി. പഠിച്ചത് കഷ്ടപ്പെട്ട് എൻജിനീയറിംഗ് ആണെങ്കിലും കുറേ സപ്ലി ഉണ്ടായിരുന്നു. എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു 10 സപ്ലി ഉണ്ടായിരുന്നു. നമ്മുടെ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്ന അമ്പിളി ഇവിടെ ഉണ്ട്, ഇരിക്കുന്നുണ്ട്. പിന്നെ ഹരി എൻ്റെ ഹോസ്റ്റൽ മേറ്റും ബാച്ച് മേറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു 10 സപ്ലി അടിച്ച് എൻജിനീയറിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻജിനീയറിംഗ് ഒഴിച്ച് വേറെ ഏത് പണിയും ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. എൻജിനീയറിംഗ് ഒരു തേങ്ങ അറിയില്ല, ഇപ്പോഴും അന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. കാരണം വീട്ടുകാർ നിർബന്ധിച്ച്, എത്ര പേരുണ്ട് ഇവിടെ എൻജിനീയറിംഗ് വീട്ടുകാർ നിർബന്ധിച്ച് പഠിപ്പിച്ച്? ഒരാളേ ഉള്ളോ? ബാക്കി എല്ലാവരും എൻജിനീയറിംഗ് 2 പേര്, 3, എന്നെയും കൂട്ടി 3 പേരപ്പോൾ. എൻജിനീയറിങ്ങും മെഡിസിനും അല്ലാണ്ട് വേറെ ഒരു കരിയറും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച്, എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എല്ലാ കാലത്തും പേടിയുള്ളൊരു സംഭവമാണ്. ഇപ്പോഴും മാത്സിനെ കുറിച്ച് ഇന്നും രാത്രിയിൽ ഞെട്ടി എഴുന്നേക്കണത് ഇന്ന് മാത്സ് പരീക്ഷയാണ്, ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ എനിക്ക് പറയാൻ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആകെ ചെയ്തൊരു കാര്യം, ഇഷ്ടമുള്ള ഒരു പാഷൻ എന്തിലായിരുന്നു അതിലേക്ക് പോയി എന്നുള്ളതാണ്. അത് പക്ഷെ വളരെ വൈകിയാണ് ചെയ്തത്. ഏകദേശം ഒരു 35 വയസ്സായപ്പോഴാണ്, 32-33 വയസ്സായപ്പോഴാണ്. ഇപ്പോൾ 45-46 വയസ്സായി കേട്ടോ, കണ്ടാ തോന്നില്ലെങ്കിലും. അപ്പോൾ ഒരു 32-33 വയസ്സായപ്പോൾ ജോലി മടുത്തപ്പോൾ തുടങ്ങിയ പരിപാടിയാണിത്. ജോലി കിട്ടിയത് തന്നെ, അത് മലയാളികൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതാണല്ലോ. ജോലി കിട്ടാൻ വലിയ പാടാണ്. എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ 3 കൊല്ലത്തോളം എടുത്തു ജോലി കിട്ടാനായിട്ട്. എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒന്ന് പാസ്സാവാൻ എടുത്തു. 96 ബാച്ച്. എൻ്റെ അടുത്ത് ഏത് ബാച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇറങ്ങിയത് 97-ലാണ്. 98 വരെ എൻജിനീയറിംഗ് പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബാച്ച് 92-98 ബാച്ചിലാണ് ഞാൻ. 6 കൊല്ലം കൊണ്ടാണ് പഠിച്ചെടുത്തത് എൻജിനീയറിങ്, പാസ്സായി എടുത്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ ലൊട്ടിലൊടുക്ക് പണി ചെയ്തിരുന്നു. ഇതൊക്കെ സാംസ്കാരിക സമ്മേളനത്തിൽ പറയാവുന്ന കാര്യമാണോ? കച്ചറ പ്രോഗ്രാം ആയിരുന്നു, കൾച്ചറൽ പ്രോഗ്രാം. ഇത് ആദ്യം ചെയ്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ കഥകൾ പറയാനുണ്ടാവും. ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് വണ്ടി കയറി. എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറി. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ വെച്ച് പഠിച്ചില്ലെങ്കിലും കുറേ കഥ അടിച്ചിറക്കാൻ അത്യാവശ്യം കഴിവുണ്ടായിരുന്നു. ഒരു അടിച്ചിറക്കിയ ഒരു കഥ ഹമീദ് സാറിനെ പറ്റിയായിരുന്നു. ഹമീദ് സാറിൻ്റെ ഒരു ആബ്സെന്റ് മൈൻഡഡ്നെസ്സിനെ കുറിച്ചൊരു, ഹമീദ് സാറിന് ഓർമ്മയുണ്ടോ? വളരെ നല്ല മനുഷ്യനാണ് ഹമീദ് സാറ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതായിട്ട് പറയില്ല. ഹമീദ് സാറിൻ്റെ ആബ്സെന്റ് മൈൻഡഡ്നെസ്സിനെ കുറിച്ച് ഇറങ്ങിയിരുന്നൊരു കഥയാണ്. ഹമീദ് സാറ് സ്വന്തം വീട്ടിലേക്ക് പോയി അത്രേ. അപ്പോൾ ഭാര്യ അതേപോലെ ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഹമീദ് സാറ് ബെല്ലടിച്ചിട്ട് ഭാര്യ തുറന്നു കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് സംശയം. അപ്പോൾ അങ്ങനെ ചോദിച്ചു, ഇത് ഹമീദ് സാറിൻ്റെ വീടാണോ എന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു അതെ, പക്ഷെ അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ഹമീദ് സാറ് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന്. ഇമാരി കഥ അടിച്ചിറക്കിയാണ് പ്രാക്ടീസ്. പിന്നെ എൻ്റെ ഒരു ഹോസ്റ്റലിൽ, ഹോസ്റ്റലിൽ എത്ര പേര് താമസിച്ചിട്ടുണ്ട്? ഹോസ്റ്റലിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കഥ പറയാം. ഹോസ്റ്റലിൽ നടന്ന കഥയാണ്. ഞങ്ങൾ 3 പേരായിരുന്നു ഒരു റൂമിൽ. തൊട്ടപ്പുറത്തെ റൂമിൽ ഹരിയുണ്ട്, ഞങ്ങളുടെ റൂമിൽ ദീപക് എന്ന് പറഞ്ഞ് എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലാണ് കക്ഷി. ദീപക്കും പിന്നെ പാക്കു എന്ന് വിളിക്കണ അബ്ദുൾ മജീദ്, ഞങ്ങൾ 3 പേരും കൂടി ഒരു റൂമിലായിരുന്നു. അപ്പോൾ എന്നെ പോലെയല്ല, ദീപക് ആദ്യമായിട്ടൊരു പരീക്ഷ തോറ്റു. ഒരു സപ്ലി അടിച്ചപ്പോൾ പുള്ളി ഭയങ്കര ടെൻഷനിലായിരുന്നു. ദീപക് നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താക്കോലേ ഉള്ളൂ. അപ്പോൾ പാക്കു ഇരുന്ന് പഠിക്കണു, അബ്ദുൾ മജീദ് ഇരുന്ന് പഠിക്കുന്നു. ഞങ്ങൾ രണ്ടും കൂടി ചായ കുടിക്കാൻ പള്ളിമൂലയ്ക്ക് പോയി. പള്ളിമൂലയ്ക്ക് പോയ സമയത്ത് പാക്കുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് പോയത്, നീ റൂമിലുണ്ടാവുമോ? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാവും. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ
ഇവൻ റൂം കൂട്ടിയിട്ട് എവിടെയോ പോയിട്ടുണ്ട്. അപ്പം ഇവനാണെങ്കിൽ നാളെ പരീക്ഷയാണ്, പഠിച്ചേ പറ്റൂ. ഈ ദീപകിന് എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റൂ. അപ്പോൾ അകത്ത് കയറണം, പൂട്ട് പൊളിക്കാൻ പറ്റില്ല, അകത്ത് കയറിയേ പറ്റും. അപ്പോൾ ഒരു വെന്റിലേറ്റർ ഉണ്ട്, ഒരു സ്ക്വയർ വലിപ്പത്തിൽ, ഒരു സ്ക്വയർ ഷേപ്പിലൊരു വെന്റിലേറ്റർ. ആർക്കൊക്കെ ഓർമ്മയുണ്ടോ? സ്ക്വയർ ഷേപ്പിലൊരു വെന്റിലേറ്റർ ഉണ്ട്, ഏകദേശം ഒരു 10 അടി പൊക്കത്തിൽ. ഇവൻ തീരുമാനിച്ചു ഇത് കൂടി അകത്ത് കയറാമെന്ന്, വെന്റിലേറ്റർ കൂടി അകത്ത് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത് കുറേ പേര്, നമ്മുടെ സാജു എന്ന് വിളിക്കണ വേറൊരു പേരുണ്ട്, അത് ഞാൻ പറയില്ല, സാജു, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. സാജു എന്ന് വിളിക്കുന്ന ഒരു കക്ഷി നമ്മുടെ സീനിയർ, മെക്കാനിക്കലിലെ സീനിയർ അപ്പുറത്തിരിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങേര് ഇവൻ അകത്ത് കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അകത്ത് കയറേണ്ട, സ്ട്രക്കാവും, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല നിനക്ക്. അപ്പോൾ സാജു പറഞ്ഞു, ഇല്ലല്ല പണ്ടൊരുത്തന് ഇതിലേ കയറിയിട്ടുണ്ട് അകത്ത്. അപ്പോൾ വേറെ 3-4 പേര് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇവനെ മൂപ്പിച്ചു, നീ കയറ്. എന്നിട്ട് എല്ലാവരും കൂടി ഇവനെ പൊക്കി ഈ വെന്റിലേറ്റർ വഴി അകത്തേക്ക് കയറ്റാൻ നോക്കി. അപ്പോൾ പകുതി എത്തിയപ്പോൾ തല കുത്തിയായിരിക്കും നിലത്ത് വീഴുക, അകത്തേക്ക് പോയാ. പകുതി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്ട്രക്കായി, ഇവിടെ സ്ട്രക്കായി. എന്നിട്ട് എല്ലാവരും കൂടി വലിച്ച് താഴേക്ക് എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു പിടിച്ച് കാല് വഴി അകത്തേക്ക് ഇറക്കാൻ നോക്കി, അപ്പോഴും ഇതേ സൈഡ് സ്ട്രക്കായി. അവസാനം ഇവിടെ മുഴുവൻ വരഞ്ഞ് പൊട്ടി. ആളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റേ ആൾ കക്ഷി താക്കോലും കറക്കി തിരിച്ചു വരികയാണ്. പാക്കു, എന്താ നീ എവിടെ പോയിരുന്ന വെച്ചപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോയി, 2 മണിക്കൂർ ചായ കുടിക്കാൻ പോയി. ഇവനോട് ആ പൊട്ടി തകർന്ന് നിൽക്കുകയാണ്. പാക്കുവിനിട്ടൊരു അടി കൊടുത്ത് ഇവൻ അന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞില്ലടാ ഇത് വെന്റിലേറ്ററിൽ കയറണം എങ്ങനെയാ, ഇത് സ്ട്രക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ലേ. അപ്പോൾ സാജു പറഞ്ഞു സ്ട്രക്ക് ആവില്ല എന്ന്. അപ്പോൾ സാജു അവിടെ നിന്ന് പറയാണ്, ഇല്ലില്ല പണ്ടൊരാൾ കയറി എന്ന് പറഞ്ഞില്ല, അയാൾ ഇതുപോലെ സ്ട്രക്കായിരുന്നു എന്ന്. അപ്പോൾ ഈ കഥ കുറേ ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രചരിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കഥയാണെന്ന് ആ കാലത്ത്. ഇങ്ങനെ കുറേ കഥകൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടും. പക്ഷെ ഇതൊന്നല്ല എഴുതി കേട്ടോ, എഴുതി വന്നപ്പോൾ ബാഹുബലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി. അപ്പോൾ ബാഹുബലിയുടെ കാര്യവും പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ്, ബാഹുബലിയുടെ കാര്യവും ഒരു രസമായിട്ടാണ് എൻ്റെ ഒരു സംഭവം നടന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ജോലി ഉണ്ടായിരുന്നു, ഒരു ജോലി കിട്ടി. ആദ്യത്തെ മാസം തന്നെ മാനേജറായിട്ട് തല്ലുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അംബാനിയൊക്കെ പുറത്ത് വന്ന് കാത്തു നിൽക്കണ്ടാവും. പറയും മാനേജറുടെ അച്ഛനെ വിളിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പണിയും കിട്ടിയില്ല. ഒരു പണിയും കിട്ടാണ്ട് ഒരു 2-3 മാസം ഏകദേശം അർദ്ധപട്ടണിയിൽ അവിടെ കിടക്കുക, 7-8 പേരുടെ കൂടെ റൂമിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു കക്ഷി എന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഫ്രീ ആഡ്സ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്, അതിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, നിങ്ങൾക്കും കോടീശ്വരനാവാം. എനിക്ക് വിരോധമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ കോടീശ്വരനായി കളയാന്ന് പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദിക്കാരനാണ്. പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹത്തിന് ടാക്സ് ഒന്നുമില്ലല്ലോ, അപ്പോൾ എല്ലാ ആഗ്രഹവും പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് വരെയുള്ള എല്ലാ ആഗ്രഹങ്ങളും അങ്ങേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 2 തവ എടുത്ത് വന്നു കയ്യിൽ, ചീനച്ചട്ടി. തവ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് വിറ്റാൽ മതി, ഒരെണ്ണം വിറ്റാൽ 5 രൂപ, 1000 വിറ്റാൽ 5000 രൂപ, 1 ലക്ഷം വിറ്റാൽ 5 ലക്ഷം രൂപ. ഈ സാധനം കൊണ്ട് വിൽക്കുക, ഇത് വിറ്റാൽ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരിക, ഇത്രയും എണ്ണം വിറ്റ് കഴിഞ്ഞാൽ നീ വലിയ കോടീശ്വരനാവും. ഈ തവ എടുത്ത് കൈ തന്നു. വേറെ വഴിയില്ലാത്ത കാരണം തവയും കൊണ്ട് ഓൾഡ് ഡൽഹിയിൽ ഇപ്പോൾ ഹിന്ദി അറിയില്ല. അന്ന് ഹിന്ദി അറിയാത്ത കാരണം കാണാപ്പാടം പഠിച്ചിട്ടാണ് പോണത്. അതിന്നും ഓർമ്മയുണ്ട്. ബായ്ജി ബഹൻജി ഏക് തവാ ഹെ, ഇസ്കാ കീമത്ത് 100 रुपया, आप एक ले ले तो एक, हमारा कंपनी प्रचारार्थ दे रहे, एक ले ले तो एक मुफ्त. ഇത്ര ഹിന്ദി കാണാപ്പാടം പഠിച്ചു 2 ദിവസം കൊണ്ട്. ഇതും കൊണ്ട് ഇവിടെ പോവും, മറ്റേ നയി സടക്ക്, മറ്റേ ഓൾഡ് ഡൽഹി ഏരിയയിൽ പോകും. കാരണം ചേരികളിലേ പോകാൻ പറ്റുള്ളൂ, വലിയ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അകത്ത് കയറ്റില്ല. അപ്പോൾ ബാഗും തൂക്കി ടൈയൊക്കെ ഉണ്ട്, ടൈയൊക്കെ കെട്ടി അവിടെ പോവും. അവിടെ പോയി ബെല്ലടിക്കും, ബെല്ലല്ല വാതിലിൽ മുട്ടും. അവർ കഥവ് തുറക്കും, അവരെന്തൊക്കെയോ പറയും. ഇന്നറിയാതൊക്കെ നല്ല മുട്ടം തെറിയായിരുന്നു, ഇന്ന് ഹിന്ദി അറിയാം. അവരെന്തൊക്കെയോ പറയും. ഞാനിങ്ങനെ മുഖത്തേക്ക് നോക്കിക്കോ, അവർ ശ്വാസം വിടാനായിട്ട് നിർത്തുന്ന സമയത്ത് ഞാനിത് തുടങ്ങും, ബായ്ജി ബഹൻജി ഏക് തവ. ബായ് ആണെങ്കിലും കൊള്ളാം, ബഹനായാലും കൊള്ളാം, ഇതങ്ങ് പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ നേരം ഞാനിത് പറഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ മുട്ടം തെറി വിളിക്കും, ഇറങ്ങി പോകാൻ പറയും. അവർ വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ ഇത് തന്നെ വീണ്ടും പറയും ബായ്ജി ബഹൻജി. ഇതൊരു 4 ദിവസം 4 തവണ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇവർ ചിരിക്കാൻ തുടങ്ങും. ഇത് വെച്ച് ഒരു 3 മാസം ജീവിച്ചു. ആ ഹിന്ദി അറിയണ ആൾക്കാരൊക്കെ കൂടുതൽ ഞാൻ വിൽക്കും. കാരണം ഈ ചേരി കൂടിയൊക്കെ നിൽക്കുമ്പോൾ പിള്ളേർ പുറകെ ഓടി വരും, ഇതൊന്ന് പറയാൻ പറഞ്ഞിട്ട്, ഈ ഡയലോഗ് പറയാൻ പറഞ്ഞിട്ട്.
അപ്പോൾ അവരെ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്തിട്ടാണ് ഈ സാധനം വിറ്റിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ IOCയിൽ ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പനി, എറണാകുളത്തൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ പോയപ്പോൾ മുതലാളി കുറേ കാശുണ്ടാക്കണു. അപ്പോൾ അയാളുടെ ക്ലയൻസിനൊക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ കമ്പനി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന്. ക്ലയൻസ് മുതലാളിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ അത്യാവശ്യം തരികിടയൊക്കെ ആയിട്ട് ജീവിച്ചാണ് പിന്നെ IOCയിൽ കയറി. പിന്നെ ഒരു 10-15 കൊല്ലം 10 കൊല്ലത്തോളം മര്യാദയ്ക്ക് പണിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ വട്ടളകി, ഇങ്ങനെ ഇരുന്ന് ജീവിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ വരയായിരുന്നു മെയിൻ പണി. കാർട്ടൂൺ കാരിക്കേച്ചർ വരയ്ക്കായിരുന്നു ധാരാളം. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എഴുത്തിനേക്കാൾ കൂടുതൽ വരയ്ക്കാണ് സമ്മാനം കിട്ടിയേക്കണത്. അപ്പോൾ വരച്ചു തുടങ്ങി. പക്ഷെ വരച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഇത് മേടിക്കാൻ ആളുണ്ട്. നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കാശ് തരണില്ല ആരും. അപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ സെൽ ഇറ്റ് ഫോർ ഫ്രീ. ഇപ്പോൾ കാശ് കിട്ടാത്ത ഒരു പരിപാടിയും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്. എന്താ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എഴുത്ത് എന്ന് പറയുന്നത് പലരും ഇതൊരു ഭയങ്കര ഡിവൈനായിട്ട് പറയുന്നുണ്ട്. അത് എല്ലാ തൊഴിലിനുമുള്ള ഒരു ഡിവിനിറ്റി പോലെ എഴുത്തിനും ഉള്ളൂ. അല്ലാതെ അതൊരു തൊഴിൽ തന്നെയാണ്. ഞാനൊരു തൊഴിൽ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എഴുതി തുടങ്ങിയതും, എന്ത് എഴുതണമെന്ന് തീരുമാനിച്ചതും, ഇംഗ്ലീഷിൽ എഴുതണമെന്ന് തീരുമാനിച്ചതും. മലയാളത്തിൽ എഴുതില്ല, ഇംഗ്ലീഷിൽ എഴുതാൻ തീരുമാനിക്കും. മലയാളത്തിൽ ഞാൻ കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട് തുടക്കത്തിൽ, ഇപ്പോൾ എഴുതി മലയാളത്തിൽ. പക്ഷേ മലയാളത്തിൽ കുറച്ച് എഴുതിയ കഥകൾ മറ്റേ പാക്കനാര്, ടിക്ടോക്ക്, ഹാസ്യകേരളി എന്നൊക്കെ പറഞ്ഞതിൽ വരുന്ന ചെറിയ ചെറിയ നർമ്മകഥകളാണ് എഴുതിയിരുന്നത്. പക്ഷെ അത് വെച്ചിട്ട് 50 രൂപ 75 രൂപയ്ക്കാണ് പ്രതിഫലം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ആരും എഴുതാത്ത എഴുതണം തീരുമാനിക്കാനും അങ്ങനെ അസുര എഴുതാനും. പിന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹത്തിനും അത്യാഗ്രഹത്തിനും ടാക്സ് ഇല്ല എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ലൈൻ എഴുതുന്നതിന് മുമ്പ് എഴുതി വെച്ചൊരു സാധനമുണ്ട്, ഇത് സൂപ്പർ ഹിറ്റാവും ഈ ബുക്ക് എന്ന്. എന്നിട്ടാണ് അസുര എഴുതാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ ഈ അസുര എഴുതാൻ തുടങ്ങുന്ന സമയത്ത്, രാവണൻ്റെ രാമായണം ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ബുക്കുകൾ വന്നിട്ടില്ല. ഇന്നിപ്പോൾ മൈത്തോളജി ബുക്കുകൾ ഇന്ത്യയിൽ വളരെ അധികം വിറ്റ് പോകുന്ന സാധനമാണ്. ഞാൻ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ചേതൻ ഭഗത്താണ് ഏറ്റവും വലിയ റൈറ്റർ. മറ്റേ ലവ് സ്റ്റോറി, ഹാഫ് ഗേൾ ഫ്രണ്ട്, ക്വാർട്ടർ ഗേൾ ഫ്രണ്ടാണ് കഥകൾ. ഇങ്ങനത്തെ കഥകളാണ്, സോഫ്റ്റ് റൊമാൻസ് ആണ് കഥകൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം എഴുതാനായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ വെറുതെ കുടുംബം കലങ്ങും പലയിടത്തും. അപ്പോൾ ഇമാര് സാധനം എഴുതാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് തന്നെ എഴുതണമെന്ന് തീരുമാനിച്ചതും രാവണനെ കുറിച്ച് എഴുതിയതും. അത് ഞാൻ വിചാരിച്ച പോലെ എനിക്കിപ്പോൾ ഒരു ദുഃഖമുള്ളൂ. അന്ന് ഞാൻ എഴുതിയിരുന്നു ഇത് 10 ലക്ഷം കോപ്പി പോകുന്നു, അന്ന് 1 കോടി കോപ്പി പോകുന്ന എഴുതി വെക്കണമായിരുന്നു. അത്യാഗ്രഹം കുറച്ച് മാത്രമേ എനിക്കതിൽ ദുഃഖമുള്ളൂ. അന്ന് പറഞ്ഞ പോലെ തന്നെ 14 ലാംഗ്വേജിൽ പോയി ആമസോണിൽ 100 ബുക്സ് ടു ബി റെഡ് ഇൻ എ ലൈഫ് ടൈമിൽ ഇത് വന്നു. അതിനുശേഷം ലാസ്റ്റായിട്ട് 2 കൊല്ലം 19ാമത്തെ ഞങ്ങളുടെ ഇതുണ്ടായിരുന്നു, റീയൂണിയൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ. സാറ് അവനൊക്കെ കണ്ടിരുന്നു. അന്ന് കുട്ടികൾക്ക് ഞാൻ കുറച്ച് സംസാരിക്കാൻ സാറൊരു അവസരം ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ത്യയുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും വന്നിരുന്നു. അന്ന് ഇതേപോലെ അന്ന് 2 ബുക്ക് എഴുതിയിട്ടേ ഉള്ളൂ. അന്ന് ഇങ്ങനെ എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി രാജമൗലി വിളിക്കും, ജെയിംസ് ക്യാമറൂൺ വിളിക്കും, പിന്നെ വായിൽ വന്ന പേര് മുഴുവൻ പറഞ്ഞു, ഇവരൊക്കെ എന്നെ വിളിക്കും, ഞാൻ ഇവർക്കൊക്കെ വേണ്ടി എഴുതുന്നു പറഞ്ഞു. പോയി 2 ദിവസം കഴിഞ്ഞിട്ട് ഇതൊരു ലൈഫിലൊരു എന്താന്ന് പറയുക, ഇതൊരു മിറാക്കിൾ പോലെ, മാജിക് പോലെ സംഭവിക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. വൈഫാ എടുത്ത് രാജമൗലി എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരാരോ നമുക്ക് പണി തരുന്നതാണ്. ഞാൻ പറഞ്ഞ വേറെ പണിയില്ല, അത് ഒന്നില്ലെങ്കിൽ അവരായിരിക്കും, അല്ലെങ്കിൽ വല്ല റേഡിയോ സ്റ്റേഷനിൽ ഇവർ വിളിച്ചു പറഞ്ഞാണ് ഒരു സോപ്പ് പെട്ടിയും 2 ജീപ്പും കിട്ടും, മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞ്. എന്നിട്ട് ഞാനിന്ന് എഴുതുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെയിൽ വന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഞാൻ ബാഹുബലി 1-ാം ഭാഗം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ബാഹുബലിയുടെ ഡയറക്ടർ രാജമൗലിയാണ്. എനിക്ക് നിങ്ങളുടെ ബുക്ക് അസുരയും അജയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒരു കാര്യം സംസാരിക്കാണ്ട്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് മുമ്പ് വൈഫ് പറഞ്ഞോളൂ അങ്ങനെ എഴുതുകയാണെങ്കിൽ എനിക്ക് സമയമില്ല എന്ന്. അറിയില്ലല്ലോ. ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ചു, സാർ ഞാനിപ്പോൾ വരട്ടെ. പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ഇല്ലല്ല, എനിക്ക് എല്ലാ സമയമുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഞാൻ ഇപ്പോൾ കയറി വരാം, ഫ്ലൈറ്റിൽ കയറി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തിങ്കളാഴ്ച വന്നാൽ മതി. എന്നിട്ട് തിങ്കളാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച അവിടെ ചെന്ന് അങ്ങനെ ഒരു ബാഹുബലിയുടെ ഫസ്റ്റ് ഫിലിം കണ്ടു. എന്തൊക്കെയാണ് അതിൽ കുറ്റങ്ങളെന്ന് ചോദിച്ചു. കുറ്റം പറയാൻ മലയാളിയേക്കാൾ നല്ല ആളാരാണ്? ഇഷ്ടംപോലെ കുറ്റം പറഞ്ഞു കൊടുത്തു. എനിക്ക് അറിയില്ല ഇങ്ങനെ ഇത്ര വലിയ പ്രൊജക്ട് ഏരിയയാണെന്നുള്ളത്. അപ്പൊ അങ്ങേര് ചിരിച്ചിട്ട് പറഞ്ഞു
ഞാൻ പഠിപ്പിക്കുന്നത് ഫിസിക്സ് അല്ല, ഞാൻ ചെയ്യണത് എൻ്റർടൈൻമെൻ്റ് ആണ്. അതൊരു വലിയ വാക്കാണ്. ഞാൻ ബാഹുബലി ഇത്രയും വലിയ ശിവലിംഗം എടുത്ത്, ഞാൻ കുറ്റം പറഞ്ഞതാണ്, ശിവലിംഗം എടുത്ത് ഡാൻസ് കളിക്കണം, ഇത് സംഭവിക്കുന്ന കാര്യമാണ്. പുള്ളി പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ ഫിസിക്സും എഞ്ചിനീയറിംഗ് ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഫിസിക്സ് എഞ്ചിനീയറിംഗ് പ്രൊഫസറല്ല. ഇത് ആലോചിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ എനിക്ക് കഥ എഴുതാനില്ല, കഥ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്, അതിൽ എൻ്റർടൈൻമെൻ്റ് ആക്കുക എന്നുള്ളതാണ്. അതാണ് കൊമേഴ്ഷ്യൽ ഫിലിമിൻ്റെ സക്സസിൻ്റെ രഹസ്യം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് സീന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയ അവിടെ ഇരുന്നിട്ട് പരീക്ഷ സാറിന് തോക്കാറാ പതിവ്, ആ പരീക്ഷ ജയിച്ചു. അവിടെ ഇരുന്നിട്ട് എഴുതിയ ഒരു 10ഓളം സീൻ എഴുതി, അങ്ങനെ മാർക്ക് ഇട്ടു. അപ്പോൾ ആദ്യം സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗിൽ വൈവേലൊക്കെ കിട്ടുന്ന പോലത്തെ മാർക്കാണ് 2/10, 1.5/10 ഇതൊക്കെയാണ് കിട്ടിയത്. പക്ഷെ പിന്നീട് പുള്ളി സീൻസ് വായിക്കുന്നതോടുകൂടി പുള്ളിക്കൊരു 8/10, 10/10 വരെ ചില സീൻസിന് ഇട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു ഈ പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ആവണം, ഇതിൻ്റെ പ്രീക്വൽ എഴുതണം. അതാണ് റൈസ് ഓഫ് ശിവഗാമി എന്ന് പറഞ്ഞ് എഴുതിയ എൻ്റെ 4ാമത്തെ ബുക്ക്. അത് നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ട് വരികയാണ് ഇപ്പോൾ. അത് ഞാൻ തിരക്കഥ എഴുതുന്നുണ്ട്. അത് ഗെയിം ഓഫ് ത്രോൺസ് പോലെ തന്നെ ഏകദേശം 140ഓളം രാജ്യങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റുള്ള ഒരു സാധനമാണ്. അത് ബാഹുബലി എന്ന് പറയുന്ന സിനിമയിൽ കാണാത്ത കഥകളാണ്. അതായത് ശിവഗാമിയും കട്ടപ്പയും എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ ചെറുപ്പകാലം മുതൽ എങ്ങനെ ശിവഗാമി റാണിയായി എന്നുള്ള കഥയാണ് അതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയ വാനരയും ഒരു ഇന്ത്യയിലെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി ഇതുവരെ ഒരു ബുക്കിന് എടുക്കാവുന്ന ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ റൈറ്റ്സ് എടുത്തിട്ട് അതൊരു ഹിന്ദി, തമിഴ്, തെലുങ്ക് വിത്ത് മലയാളം ഡബിങ് ആയിട്ട് ബാഹുബലി പോലെ ഒരു 300 കോടിയുള്ള ഒരു പ്രൊജക്റ്റായിട്ട് അതും വരുന്നുണ്ട്. വാനര എന്ന് പറഞ്ഞ അവസാനം എഴുതിയ ബുക്ക്. പിന്നെ വേറെയും കുറേ പ്രൊജക്ട്സ് ഇന്ത്യയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജെയിംസ് ക്യാമറോൺ വിളിച്ചിട്ടില്ല, പക്ഷേ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ഒരുപാട് സംവിധായകന്മാരുടെ കൂടെയൊക്കെ ബൻസാലി സാറിൻ്റെ കൂടെ, അതുപോലെ ഓം പ്രകാശ് മെഹ്റ സാറിൻ്റെ കൂടെ, രോഹൻ സിപ്പിയുടെ കൂടെ, ഷോലെ എടുത്ത അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ രോഹൻ സിപ്പിയുടെ കൂടെ, ഇവരുടെ കൂടെയൊക്കെ പല നെറ്റ്ഫ്ലിക്സിനും ആമസോണിനും വേണ്ടി പ്രൊജക്ട്സ് എഴുതുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോംബെയിലാണ് താമസം. ബോംബെയിൽ താമസമാക്കാനുള്ള റീസൺ ഇതൊക്കെ ചെയ്യാൻ എളുപ്പം അവിടെയാണ് ഈ കണ്ടന്റ് വരുന്നത്. അതുകൂടാതെ ഏകദേശം 10ഓളം ബുക്കുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. 6 ബുക്ക് എഴുതി, 3 ബുക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു 7 ബുക്കും കൂടി മറ്റേ പെൻഗുനും അതുപോലെ വെസ്റ്റ്ലാൻഡ്, ആമസോണും ഒക്കെ ആയിട്ടുള്ള ഇവരായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഓഡിബിൾ ഇനിയിപ്പോൾ അടുത്ത ടെക്നോളജിയിൽ അടുത്ത സാധനം വരുന്നത് അതെന്താ വെച്ചാൽ നേരത്തെ ഈ രാവിലത്തെ ഇതിലൊരു ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ VKCയുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമ്പറ്റീഷൻ ആ മേഖലയിൽ മാത്രമല്ല ഒരു എക്സ്പാൻഡഡ് ഏരിയയിലും കൂടി നമ്മൾ നോക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു കഥ പറയുന്ന ആള്, ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ ഒരു കഥ പറയുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ കഥ പറയുന്ന ആളുടെ കോമ്പറ്റീഷൻ എന്തൊക്കെയാണ്? അത് ബുക്ക് മാത്രമല്ല, എൻ്റെ ഒപ്പം എഴുതുന്ന മറ്റു റൈറ്റർ അല്ല നമ്മുടെ കോമ്പറ്റീഷൻ. മൊബൈൽ ഫോൺ കോമ്പറ്റീഷനാണ്, ടിക്ടോക്ക് കോമ്പറ്റീഷനാണ്, നെറ്റ്ഫ്ലിക്സ് കോമ്പറ്റീഷനാണ്, ഓഡിബിൾ, ഇപ്പോൾ ഓഡിബിളിൻ്റെ ഓഡിയോ സ്റ്റോറീസ് വരുന്നുണ്ട്, അത് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഈ എല്ലാ മേഖലയിലും നമുക്ക് കൈവയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ കൈവയ്ക്കാത്തടത്തോളം കാലം എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇതിപ്പോൾ ഒരു പ്രസംഗം എന്നുള്ള രീതിയിലല്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാണ്. ബീറ്റിംഗ് യുവർ ഓൺ ഡ്രം എന്ന് പറയില്ലേ, അത് ചെയ്തു എന്നേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു വലിയ ഇൻ്റലക്ച്വൽ ടോക്കിനൊന്നും മുതിരുന്നില്ല. എനിക്കും ഇഷ്ടാവില്ല, നിങ്ങൾക്കും ഇഷ്ടാവില്ല, അതുകൊണ്ടാണ്. താങ്ക് യു. താങ്ക് യു ആനന്ദ്. അന്ന് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്പോൾ എഴുതണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എഞ്ചിനീയർ ആയിരിക്കണം എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരൊക്കെ ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് 2 വാക്ക് പറയാമോ ആ കാര്യത്തെ പറ്റി? ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിങ് നമ്മുടെ കോളേജുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചാലുള്ള ഗുണം എഞ്ചിനീയറിംഗ് വെച്ച് ബാക്കി എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കോളേജിൽ. അപ്പോൾ എഴുത്തിപ്പം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിലും ഒരു പരിധിവരെ മലയാളത്തിലും ഒരുമാതിരിപ്പെട്ട റൈറ്റേഴ്സൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഒന്നുമല്ല. മിക്കവാറും എല്ലാവരും എഞ്ചിനീയറിംഗ് MBA ഒക്കെ കഴിഞ്ഞവരാണ്. എഞ്ചിനീയറിംഗിലും MBAയിലൊക്കെ യൂസ് ചെയ്യുന്ന ലോജിക്കും മാർക്കറ്റിംഗ് ടെക്നിക്സും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഴുത്ത് എന്നുള്ളത് എഴുത്ത് മാത്രമല്ല, എഴുത്തിനൊപ്പം മാർക്കറ്റിംഗ് കൂടി പ്രാധാന്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ ഇതിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യങ്സ്റ്റേഴ്സിനോ
എഴുത്തിന് പിന്നെ ഒരു ഗുണം കേട്ടോ, ഓൾഡ് ഒന്നുമില്ല, എത്ര പ്രായത്തിൽ ഏത് പ്രായത്തിലും എഴുതാം. സ്പോർട്സ് പോലെയൊന്നുമല്ലോ, ഏത് പ്രായത്തിനും തുടങ്ങാം, റിട്ടയർ ആയിട്ടും തുടങ്ങാം, ഏത് പ്രായത്തിനും തുടങ്ങാം. അപ്പോൾ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വായന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കട്ടിങ് അക്രോസ് എല്ലാ മസാല മുതൽ ക്ലാസിക് വരെ എല്ലാ സാധനവും വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫസ്റ്റ് തിങ്. അത് നിങ്ങൾ സ്ക്രിപ്റ്റിന് എഴുതുകയാണെങ്കിലും കൊള്ളാം, ഇതിന് എഴുതുകയാണെങ്കിലും കൊള്ളാം. പിന്നെ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. മേ ബി ജാനുവരി ഫെബ്രുവരി ഞാൻ ലോഞ്ച് ചെയ്യും. എനിക്കൊരു റിസോർട്ട്, എനിക്കല്ല വൈഫിനൊരു റിസോർട്ട് ഉണ്ട്. അവിടെ വെച്ച് റൈറ്റേഴ്സ് ക്യാമ്പ് എല്ലാ 3 മാസം കൂടുമ്പോഴും ഒരു 10 പേരെ സെലക്ട് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. പിന്നെ ആർക്കെങ്കിലും പിന്നെ എൻ്റെ എങ്ങനെയാണ് എഴുതുക, അത് പല രീതിയിൽ, അതായത് ചെറുകഥ, ഇപ്പം ഞാൻ ഒരുമാതിരി എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ആമസോണിലുണ്ട്, കിൻഡിലുണ്ട്, നോവൽസ് എഴുതിയിട്ടുണ്ട്, സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സാധനത്തിനും ഓരോ ടെക്നിക്കാലിറ്റിയും ഇതുമുണ്ട്. ഓരോ സാധനമായിട്ട് എടുത്ത് ബേസിക്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ടീച്ച് ചെയ്യുക. സ്വന്തമായിട്ട് കഴിവില്ലാണ്ട് ഇത് നടക്കില്ല കേട്ടോ, ചെറിയൊരു ടാലൻറ്റ് വേണം എഴുതാനായിട്ട്. അറ്റ്ലീസ്റ്റ് ടെക്നിക്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ കാണാൻ യൂട്യൂബിലുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അല്ലാണ്ട് യൂട്യൂബിൽ നോക്കിയാലും ഉണ്ട്. സോണാലി ബെന്ദ്രയായിട്ട് ഒരു ടോക്ക് ഉണ്ട് എൻ്റെ, ഏകദേശം ഒരു 5 മണിക്കൂർ റൈറ്റിങ്ങിനെ കുറിച്ച് സോണാലി ബെന്ദ്ര എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളൊരു ടോക്ക് ഉണ്ട്. അതൊരു ക്ലാസ്സാണ്. അവരൊരു എന്താ പറയുക, ബുക്ക് ക്ലബ്ബ് നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാത്രമല്ല, വേറെ കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ അവരുടെ ചാനലിൽ ഉണ്ട്. എൻ്റെ ഉണ്ട്, വേറെ 3-4 റൈറ്റേഴ്സിൻ്റെ ഉണ്ട്, എന്തൊക്കെയാണ് ടെക്നിക്സ് യൂസ് ചെയ്യുക. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. പിന്നെ എൻ്റെ മെയിൽ ID എൻ്റെ വെബ്സൈറ്റിലുണ്ട്. ആരെങ്കിലും ആസ്പയറിങ് എഴുത്തുകാരുണ്ടെങ്കിൽ അയയ്ക്കുക, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാ കൊല്ലവും, ഈ കൊല്ലം ഞാനില്ല, കഴിഞ്ഞ കൊല്ലം ഞാനുണ്ടായിരുന്നു, എല്ലാ കൊല്ലവും ഒരു 10 എഴുത്തുകാർ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്, റൈറ്റ് ഇന്ത്യ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. ആസ്പയറിംഗ് ആയിട്ടുള്ള എഴുത്തുകാർ നിർബന്ധമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന് എൻട്രി ഫീ ഒന്നുമില്ല. 5000 വേർഡ്സിൻ്റെ കഥ ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുന്നത് മാത്രമല്ല, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ ജെഫ്രി ആർച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോ ആഴ്ചയിൽ ഓരോരുത്തരാണ് പ്രോംപ്റ്റ് കൊടുക്കുക. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനു ജോസഫാണ് കൊടുത്തിരിക്കണമെന്ന് തോന്നുന്നു ഇത്തവണത്തെ പ്രോംപ്റ്റ്. അപ്പോൾ അത് ഇങ്ങനത്തെ റൈറ്റിംഗ് കോൺടെസ്റ്റുകൾ യൂസ് ചെയ്യുക. അതുപോലെ മാതൃഭൂമിയും ചെയ്യുന്നുണ്ട്, അതും യൂസ് ചെയ്യുക. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ മെയിൽ ID ഉണ്ട്, അതിലേക്ക് അയയ്ക്കുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇമ്മീഡിയറ്റ്ലി അന്ന് തന്നെ റിപ്ലൈ ചെയ്തില്ല എന്ന് വരും, പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എൻ്റെ മെയിൽ ID നോക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു. താങ്ക് യു ആനന്ദ്. താങ്ക്സ് എ ലോട്ട്. ഇനി ഞാൻ മാണിക്കത്ത് നരേന്ദ്രൻ സാറിനെ വിളിക്കാം, ആനന്ദ് നീലകണ്ഠനും കൃഷ്ണകുമാർ സാറിനും മൊമെന്റോ കൊടുക്കാൻ. Okay. Now we shall start with our culturals. Can I call upon the first song of the evening? Renuka Verma 99 EEE, Vinita Venugopal 2002 Civil, Vidyadas Prabhu 2001 MEC, Sajid Kumar, Anup Menon. Can I call all of you on stage, please? बाहों में चले बाहों में चले हमसे सनम क्या पर्दा, ओ हमसे सनम क्या पर्दा, ये आज का
कुछ तो कहो पिया हमसे कि कम से कम तुम आज तो खुल के मिलो जरा हमसे। हाँ, कभी कभी कुछ तो कहो पिया हमसे कि कम से कम तुम आज तो खुल के मिलो जरा हमसे। ये याद अपनी कि तुम हो अपने किसी का फिर हमें डर क्या, बाहों में चले हो हमसे शर्म क्या पर्दा, हो हमसे शर्म क्या पर्दा। ये आज का नहीं मिलन, ये संग है उम्र भर का। थैंक यू। Thanks a lot for the wonderful song.
please be on stage. That was lovely. 93 batch കാരൊക്കെ ശക്തിയായിട്ട് കൈയടിക്കുമോ അവർക്ക് വേണ്ടി? Come on. Yes, that's the spirit. Now, can I call upon Multiline to be on stage to give them mementos, please? Yeah, thanks a lot. Thank you. Okay, after that soothing song, we have something to tap our feet. We have the Tamil Blast. So that is a tribute to the Ilaya Thalapathy of our times. Join hands to welcome the little tiny tots, ladies and gentlemen, who will dance to the tribute of Vijay Thalapathy. Please put your hands together and welcome the whole gang. Come on stage. Along with that, let me welcome Sujish sir as well from Jazz Rockers, who has taught these kids the wonderful numbers. Sir, please come on stage as well. Yes, come. 5, 4, 3, 2, 1. I'm a corporate criminal. பெண்ணே எந்தன் கண்ணை பார் உள்ளே லட்சம் வெண்ணிலா உந்தன் கண்கள் என்னை கண்டதும் லட்சங்கள் கோடியாய் மாறுதம்மா அடி போனது போகட்டும் காயங்கள் நரட்டும் எப்போதும் நான் உன்னை கனவில் பார்க்க ஆசைகள் வந்துடும் ஆனந்தம் தந்திடும் இன்று முதல் இந்த பாட்டை நீ கேட்க முகத்தில் இருக்கும் சிரிப்பு ஆனா உள்ளுக்குள் என்னடி மொறப்பு அடியாகத்தின் அழகு முகத்தில் தெரியும் இதுதான் என்னோட கருத்து என்ன தனியுமா பார்க்க ஆசைகள் வந்து என்ன தாக்க மீண்டும் நான் உன்னைய பார்க்க காதல் வந்து நெஞ்சம் மலர்ந்தது உலகம் மறந்தது அடி உன்னை மட்டும் எந்த நெஞ்சம் நினைத்திடுதே மனமே மனமே ஒரு பொண்ணு தேடி நான் தொலைஞ்சேன் மனமே மனமே அடக்காதலால நான் கரைஞ்சேன் பக்கம் வந்து கொஞ்சம் மொத்தங்கள் தா 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 I think it's time to come back to normal.
தகடு போதுமா இன்னும் கொஞ்சம் வேணுமா தகடு போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போடு 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 அசத்தி போடு கண்ணால இப்படி போடு 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 இழுத்து போடு கையால Wait. That was a wonderful performance. Children, please stay on the stage for getting your memento. Please stay. I'll call as per your names. Stay. All of you all stay back, please. Yeah. So can I welcome Mr. Jitesh Narayan and Lijo to give the mementos to the children. I'll just call the names. Dwani Suraj, daughter of Suraj Kumar 2002, Shanti Suraj of 2003 EEE. Parvati Anand, daughter of Anand Menon 2000 EEE. Sara Shemi, daughter of Shemi PS and Reenu Shemi of 93 Civil. Gauri Jayagumar, daughter of Jayagumar 93 Production. Anna Deepu, daughter of Deepu Sebastian 93 Mech and Honey Deepu 2000 Civil. Cheryl Teresa, daughter of Anthony Shalisheri 93 Mechanical. Nooreen Mohammed, daughter of Mohammad Rafi 97 Electrical. Lakshmi Anand, daughter of Anand Menon 2000 EEE. Afreen Mohammed, daughter of Mohammad Rafi 97 Electrical. Vihan Prashant, son of Prashant KR 92 Civil and Meenu Prashant 98 ECE. Deepak Sudhir, son of Sudhir EV 93 Chemical. Mohit Sajid, son of Smita Sajid 93 EEE. Rohan Shemi, son of Shemi PS 93, Renew Shemi of 93 Civil. Akash Manulal, son of Manulal, 2000 Mech, Sandhya Manulal, 2003 Civil. Amit Anil, son of Anil Imati of 93 Mechanical. Albert Deepu, daughter of Deepu Sebastian 93 Mech and Honey Deepu 2000 Civil. And George Lijo, son of Lijo George 93 Mechanical. Okay, thank you kids. And thanks to both of you. Sujish sir, please can you come on stage? So he is the person, the backbone behind this wonderful dance. So please, one big round of applause for him as well. So he is from Jazz Rockers. Okay, thanks everybody. Next, let me call upon the Vanambadi of 2002 batch, Vinita Venugopal, to come up on stage and sing a wonderful song for us. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂതനാൾ മധു തേടിപ്പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂതനാൾ മധു തേടിപ്പോയി നീളേ താഴേ തഴേ
മധു തേടിപ്പോയി. മണ്ണിൽ പൂക്കും നീളം രാഗഭാവം താളമേന്തി തുമ്പികളായി പാറി മണം തേടി ഊയലാടി നറും പുഞ്ചിരിപ്പാൻ സ്വപ്നകഞ്ചുകം ചാർത്തി ആരും കാണാതെ നിന്നപ്പോൾ സംഗമസായോജ്യം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി. താങ്ക് യു. താങ്ക്സ് വിനീത. അടുത്തതായി നമ്മുടെ കുസൃതി കുരുന്നുകൾ കുടുക്ക് പാട്ടുമായി വരുന്നു. അബുദാബി കിഡ്സ്. കൊച്ചുകുട്ടികളാണ്, എല്ലാവരും ഒന്ന് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കൂ പ്ലീസ്. കയറി വരൂ. Come on, come on. இந்த படம் சின்ன பசங்களை பத்தினது. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പുവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊഴുന്തോ മീനോ മാരിവില്ലോ തൊട്ടുരുമി നിന്നാട്ടെ വേറട്ടാവാടി പെൺമാനേ മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജരാണി. എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. हो गए हम और तुम, तो उड़ गई नींदे रे, और खन की पायल मस्ती में तो कंगन. അമ്മ 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 അമ്മോ. നിർത്ത്, പാട്ട് നിർത്ത്. கண்ணா லட்டு திங்க ஆசையா.
मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है। मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है। जल 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 थल जल थल जल 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 बहता जल। नन्ना रे 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 बरसो रे। കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ, പറിച്ചെടുത്തത് കണ്ടില്ലേ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തെന്നി ഞാൻ വീഴുമ്പം പിടിച്ചു നിൽക്കാൻ പഴുതടയുമൻ ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി, ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, 2 കിലോ നിറച്ചിട്ട് മതി. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. அந்த மாதிரி പോലെ പോലെ മലപ്പടക്കം എല്ലാവരും നിൽക്കൂ. സൂപ്പർ ആയിട്ടോ, അടിപൊളി. Can I call upon stage Pearson sir to give mementos to the little kids? പേര് വിളിക്കാം കേട്ടോ. Ciara Anoop, daughter of Anoop Jacob, 2002 production. Sunaina Deepak, daughter of Anita Deepak, 2006 electrical. Gautam Deepak, son of Anita Deepak, 2006 electrical.
Tejas Saju, son of Saju Anat Mohanan, 2002 Electrical. Bala Sethu Madhav, daughter of Sethu Madhav Menon, 93 Electrical. Aditya Anup, son of Anup Nair, 2002 Chemical. Advait Anup, son of Anup Nair, 2002 Chemical. Shritika Sukesh, daughter of Sukesh Nair, 2002 Mechanical. Thanks a lot, sir. Ellaru oru kayyadiyum kudi. Super. Now everybody sit back and relax. We have the most awaited program of the evening. Okay, angana parayanilla. The bold and the beautiful, the women empowerment by Dubai ladies. Just hold on for a few minutes. They're just coming up and doing the necessary stuff. In just a few moments, you will get a chance to see our own GECT lady engineers who are bold, beautiful, and ultimately fashionable. Being bold is about courage. It's about standing up for themselves. It's about making the right decisions, about strength. A woman has all these and much more. She's beautiful, way beyond looks or appearances. Of course, she's striking, but her beauty is also the gentleness she brings through tough times and the life she brings to everything around her. Women are not just for beautiful jewelry that hides them within themselves. Instead, they are for the rifle and the guns that shoot every taboo of society. Boldness is an integral part of women to have a happy life without sacrificing their whims, freedoms, and rights. Strong women are often misperceived because they refuse to be disrespected, mistreated, or taken for granted. She's bold for change and succeeds at every level of her life with boundless self-confidence and high self-esteem.
It has been told time and again since the beginning of civilization that being born a woman is a blessing. Venus and Kali are examples from our ancient stories that women can be both strong and graceful. They are fierce, dainty, powerful and beautiful, and they have the strength to change the world. Would be nothing without a woman. How true that is. A woman wants the very best for everybody around her, and she ensures she strives for the best out of her and everybody that's close to her. What can be more bold and more beautiful than being able to shape the lives of the people around you? Showstopper, a power soul walking alone on the path full of cobblestones, boldly focused on her dreams and her life. The world thinks she's stubborn, selfish and proud. Yes, she is proud of herself. Dare to her means taking risks to step out of her cozy comfort zones.
Didn't they just set the ramp on fire, people? Give a huge round of applause, ladies and gentlemen. Huge round of applause to them. The effort and the guts that it takes to bring people on stage and walking the ramp in front of a huge crowd is just immeasurable. So again, a huge round of applause. Let's introduce these dazzling divas. We have Lata Kallengatte. Cheer for them, people, cheer for them. Dilisha Ashraf, Sania Rafi, Padmaja Nambiar, Hasina Masood, and Ruby Manoj. Although it is just 6 ladies that you can see on the stage, there have been more people working behind this. Anya Rafi, please give a round of applause. Malavika Nambiar, Arya Nandakumar, Akhila Girijan, and myself, Zuba Masood. ഈ അവതരണത്തിന് ഒരു മധുരമായ മേൻപൊടി. GECTയുടെ സ്ത്രീപക്ഷത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒരു എഴുത്തുകാരി. പ്രകൃതിയും മണ്ണും മനുഷ്യനും പരസ്പരപൂരകമായ ബന്ധം. ഇവരുടെ ജീവിതഗന്ധിയായ നേർചിത്രം വരച്ചു കാട്ടുക. ഇതാണ് മനുഷ്യസ്നേഹിയായ ഈ എഴുത്തുകാരി. 2 ദശാബ്ദത്തിലേറെയുള്ള പ്രവാസം ഈ തൂലികയ്ക്ക് കൂടുതൽ മൂർച്ചയേകുകയും വിവിധ ആനുകാലികങ്ങളിൽ നിരന്തരമായി കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു വരുന്ന ഈ എഴുത്തുകാരി ഖത്തറിലെ കലാസാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശക്തമായ സാന്നിധ്യം കൂടിയാണ്. ഉരുണ്ടു പരന്ന ഭൂമിക്ക് അതിര് തേടി നനഞ്ഞ മണ്ണും നനുത്ത കാറ്റും മലർമണവും കോരി കുളിരരുവികൾ അളന്ന് അതിര് കടന്ന് അരണ്ട മനസ്സ് തുറന്ന് ആകാശ കിളിവാതിൽ കടന്ന്. കെ മാധവിക്കുട്ടി. നമസ്കാരം. മനുഷ്യജീവിതം നിരന്തര സമരത്തിലാണ്. അവനവനോടും ചുറ്റുപാടുകളോടുമുള്ള സമരം. സ്ത്രീ ജീവിതമാവട്ടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയും ഇതിനിടയിൽ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നമാണ് ഒറ്റയാവുന്നത്. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റയാവുന്നതിനെക്കുറിച്ച് ഏതാനും വരികൾ. നിരത്തിലെങ്ങും മനുഷ്യർ നിരനിരയായി കലപില കൂട്ടി നിൽപ്പാണ്. അഷ്ടിക്കു വകയില്ലാതൊരിടത്ത് അടക്കാനാവാത്ത ആഹ്ലാദം അതിരു കടത്തുന്നു വേറൊരിടത്ത്.
ഒതുക്കാനാവാത്ത വേദന ഒഴുക്കിവിടാനും അതേ ഇടത്ത്. അതിർത്തികളിൽ വെടിവെപ്പാണ്, തമ്മിൽ തമ്മിൽ കൊലയാണ്, ചേർന്ന് നിന്നാൽ വെറുപ്പാണ്, വഴിമാറി വീടണഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടവിടെ ഇരിപ്പാണ്. കയ്യിലുണ്ടാവും ഓരോ കുന്ത്രാണ്ടവും. അച്ഛനമ്മമാർ അച്ഛനും അമ്മയ്ക്കും വഴിമാറിയതാണ്. ഇരുട്ടാണ് വെളിച്ചത്തും, കണ്ണടച്ചിരുട്ടാക്കുകയാണ്. നിറയെ വെള്ളമാണെങ്ങും, എന്നാൽ നിലമെല്ലാം വരണ്ടതും. ശ്വസിക്കാൻ വായുവുണ്ട്, പക്ഷേ ശ്വസിക്കുന്നത് വിഷമാണ്. ഒറ്റയ്ക്കാവുകയാണ്, കുട്ടികളില്ലാത്ത കുട്ടിക്കാലം, ആരവമില്ലാതെ മൈതാനം, കുടുംബമില്ലാതെ വീട്, രാഗമില്ലാതെ ബന്ധങ്ങൾ, കൂട്ടത്തിൽ ശൂന്യമായ ഹൃദയവും നിലവിളിയോടെ. നന്ദി. Can I call upon Mr. Sedumadhavan to give away the mementos to these wonderful ladies? First, Dilisha Ashraf. Spouse of Mohammad Ashraf, 95 mechanical. Next, Lata Girija Vallaban, 90 electrical. Next, Ruby Manoj, 93 civil. Sania Rafi, 91 civil. Hasina Mazood, 90 chemical. Patmaja Nambiar, 93 computer science. And last but not the least, Madhavi Kuti, 90 electrical from Doha, Qatar. Thanks a lot, ma'am. Yeah, thank you, sir. Thank you, ladies. Thank you, everyone. A special dance by Abu Dhabi moms and kids. Nach. The very word says it all. So please welcome Abu Dhabi ladies onto the stage. Dancing is nothing but poetry on feet. Imagine doing it with our kids, our little ones. It's bound to be twinkle toes. The moms and kids of Abu Dhabi present before you a combination of dance which are dreamy like a poem but will also fill you with energy. Come, take a step with us. रघुकुल रीत सदा चली आई, प्राण जाए पर वचन न जाए। रघुवर
छम नाच आजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाने सारा जहां बेथलपुर मां सुन ले ओ छोरियां झूमे नगरियां जब जब ये घूमे कमर यार तारी कमर यार तारी कमर यार बेथलपुर मां सुन ले ओ छोरियां झूमे नगरियां जब जब ये घूमे कमर यार तारी कमर यार तारी कमर यार फंकी फीलिंग है क्यों होना जज्बाती जज्बाती क्यों होना जज्बाती छोरे स्वाग वाले छोरियां है नखराती नखरे दिखाती एक बस यही बात बोले रिपीट पे हम जैसा कोई कहा बेथलपुर मां सुन ले ओ छोरियां झूमे नगरियां जब जब ये घूमे कमर यार तारी कमर यार तारी कमर यार बेथलपुर मां पावो वाग्यो ने मारो सूतो सोनीडो जाग्यो जवान लाल कमर यार लाल कमर यार लाल कमर यार Ladies, please wait on the stage to collect your mementos. Sahid, can I please welcome you on stage to give away the mementos to the ladies, please? Anita Deepak, 2006 Electrical, please come and take your mementos according to names. Febi Imtiaz, 98 Civil. Isha Imtiaz, daughter of Febi Imtiaz, 98 Civil. Jansi Salim, wife of Salim, TKM 91 Computer Science. Sonia Salim, daughter of Salim, TKM 91 Computer Science. Anu Anoop, wife of Anoop Jacob 2002 Production. Vidya Rakesh, wife of Rakesh Nair 2008 Electrical. Surabhi Sukesh, wife of Sukesh Nair 2002 Mechanical. Hina Rishad, wife of Rishad AP 2002 Production. Thank you ladies. Okay, next we have a duet song by Anwar and Renuka. नूरी नूरी आजा
आजा रे ओ मेरे दिलबर आजा, दिल की प्यास बुझा जा रे। उजला उजला नर्म सवेरा रूमी मेरी शाखे, उजला उजला नर्म सवेरा रूमी मेरी शाखे। प्यार से पूछे कौन बसा है तेरे दिल में आके, आजा रे ओ मेरे दिलबर आजा, तू ही आके बता जा रे। आजा रे ओ मेरे दिलबर आजा, दिल की प्यास बुझा जा रे। ओ आजा ओ मेरे दिलबर आजा, दिल की प्यास बुझा जा रे। Thank you. Yeah. Thank you. That was indeed very melodious. Now comes a fusion, a classical fusion. Gungroos. Let us all tap to the rhythm of contemporary dance, where Indian dance styles takes on a new aesthetic. Welcome the Dubai Kids on stage. Come on in. Kirdaka Junuta, Dimta, Kirdaka Junuta, Dimta, Kirdaka Junuta, Dumta, Dumta na 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 na, Dum ta na 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 na, Dum agapa, Dum ta na na de na 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 na, Dum agasa, Ragda dum da 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 di ra na 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 na, Da da dum da da dum da da dum da na 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 di na 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 na, Dum kirta na di ra na. Gama gama maga ma ba maga zani sa, dana dira na. Gama gama maga ma ba maga zani sa. Come on now, follow my lead. Come on now, follow my lead.
ta jum nam ta rum ta dhalam ku tak de ku da de tang de de ta jum ta ka jum ta takita ta da ta jum de jum ta tanam ta rum ta takita ta de tang de ta tarita ta dana ta run ta dim ta da jum ta nam ta rum ta ga dim takita de tang de ta Abusada mente. Abusadamente. Mas só que a profissão das minas é Abusadamente ela vai batendo, bum, bum. Ela vai sentando, bum, bum. Ela vai quicando, bum, 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 bum. Ela vai batendo, bum, bum. Ela vai quicando, bum. Ela vai sentando, bum, bum, bum. abusadamente. Ela vem batendo, bum, bum. Ela vem quicando, bum, bum. Ela vem tremendo, bum, 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 bum. Vem batendo, bum, bum. Ela vem quicando, bum, bum. Ela vem tremendo, bum, 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 bum. The king goes ஓ அப்படியா போடா And it goes a little something like this. Kids, please remain on stage. I invite Mr. Anwar Rahman to please come on stage to give these kids their mementos. Dweni Suraj, daughter of Suraj Kumar of 2002 and Shanti Suraj of 2003, Triple E. Maya Manulal, daughter of Manulal Inashu of 2000 Mech and Sandhya Manulal of 2003 Civil. Anuna Anil, daughter of Anil Immatti of 1993 Mechanical. Shruti Suraj, daughter of Suraj Kumar, 2002. Gretel Lijo, daughter of Lijo George of 1993 Mechanical. Bigger round of applause, please. Devika Srijit, daughter of Srijit Kumar, 2002 Triple E, and Sumitra Srijit of 2002, our anchor. Come on, give a bigger round of applause. Joanne Baiju, daughter of Baiju ES of 1993 ECE. Carol Elizabeth, daughter of Anthony Chalisheri, 1993 Mechanical. Amit Anil, son of Anil Immatti, 1993 Mechanical. Albert Deepu, son of Deepu Sebastian, 1993 Mechanical, and Honey Deepu of 2000 Civil. George Lijo, son of Lijo George, 1993 Mechanical. I also invite their teacher, Lakshmi, to please come on stage to receive our memento. I think she's a 17-year-old kid, right? No? Okay. Now, we have
like you have the showstopper for the fashion show, we have the showstopper of this event. നമ്മൾ വീണ്ടും നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഏത് ഹോസ്റ്റലാ? ആൽഫ ലോഡ്ജ്. ട്രേസ് കലാകേന്ദ്രയുടെ 24ാമത് നാടകം അവതരിപ്പിക്കുന്നു നമ്മുടെ ട്രേസ് പുലികൾ.